Hi all, welcome to my YouTube channel. I am CA Anubarakandhathil FCA. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA കോഴ്സിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, CA കോഴ്സ് ഇന്ത്യയിലും ലോകത്തെമ്പാടും വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു കോഴ്സാണ്. വളരെ ജോലി സാധ്യതയുള്ള കോഴ്സാണ്. CA പാസ്സായി കഴിഞ്ഞാൽ സ്വന്തമായി ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ബാങ്കിങ് മേഖലയ, ഇൻഷുറൻസ്, മാനുഫാക്ചറിങ് കമ്പനി, ട്രേഡിംഗ് കമ്പനി, അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലകൾക്ക് വളരെ ഓഫീസർ റാങ്കിലുള്ള ജോലികൾക്ക് സാധ്യതയുള്ള കോഴ്സാണ്. എല്ലാവരും പറഞ്ഞ് കേൾക്കാറുണ്ട് CA കോഴ്സ് വളരെ ടഫായ കോഴ്സാണ്. അത് ശരിയല്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഏവറേജായ ഏത് കുട്ടിക്കും പാസ്സാകാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് CA കോഴ്സ്. CA കോഴ്സിന് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് ഫൗണ്ടേഷന്, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ. നമ്മൾ ഈ തവണ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റിയാണ്. ഫൗണ്ടേഷൻ കോഴ്സ് +2 പാസ്സായ ഏത് സ്റ്റുഡൻറ്റിനും ഫൗണ്ടേഷൻ കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നതാണ്. SLC പാസ്സായി കഴിഞ്ഞാൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് രജിസ്റ്റർ ചെയ്യാം. +2 പാസ്സായി കഴിഞ്ഞ ശേഷം നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാം. എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് 4 മാസത്തെ തിയറിറ്റിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഫൗണ്ടേഷൻ കോഴ്സിന് ആകെ 4 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് അക്കൗണ്ടിങ്, ബിസിനസ് ലോസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഉള്ളത് എക്കണോമിക് ലോസാണ്. ആദ്യം പറഞ്ഞ രണ്ട് സബ്ജക്റ്റിൻ്റെയും എക്സാം റിട്ടൺ എക്സാമിനേഷനാണ്, തിയറിറ്റിക്കൽ റിട്ടൺ എക്സാമിനേഷനാണ്. മറ്റ് 2 സബ്ജക്റ്റുകൾക്ക്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും അതുപോലെ തന്നെ എക്കണോമിക് ലോസിനും MCQ ക്വസ്റ്റ്യൻ രീതിയിലാണ് എക്സാം ഉള്ളത്. MCQ രീതിയിൽ എക്സാമിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 0.25, അതായത് 1/4 നെഗറ്റീവ് മാർക്സ് ഓരോരു തെറ്റായ ആൻസറിനും ഉണ്ടാവും. അതുകൊണ്ട് എക്സാം എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കോഴ്സിന് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്കും ചേരാവുന്നതാണ്. കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് അക്കൗണ്ടിങ് പഠിച്ചത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും. മറ്റു കുട്ടികൾക്ക് അക്കൗണ്ടിങ് ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ തന്നെ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ, ഡിഗ്രി പാസ്സായ ആളുകൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ചേരാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് CA എൻട്രി കോഴ്സിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. BComന് 55% മാർക്കോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകൾക്ക് 60% കൂടുതൽ മാർക്കോ ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് CA ഇൻ്ററിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളും ഓരോ പേപ്പറിൻ്റെ സിലബസും അതുപോലെ തന്നെ ഓരോ പേപ്പറിൻ്റെ വിശദമായ ക്ലാസ്സുകളും വരുന്ന വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ.